ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ ഉപയോഗം വർദ്ധിക്കുകയും അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 രൂപം നൽകിയിട്ടുള്ളത്. അതിൽ 6 ചാപ്റ്ററുകളിലായി 83 സെക്ഷനുകളും 8 ചാപ്റ്ററുകളിലായി 68 സെക്ഷനുകളുമുള്ള റൂളുകളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഡിഫറെൻ്റ് ചാപ്റ്ററുകളിലായി ആദ്യത്തെ ചാപ്റ്ററുകൾ അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്, രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ പ്രിലിമിനറി, സെക്കൻഡ് ചാപ്റ്റർ അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്, സെക്കൻഡ് എ നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, തേർഡ് ചാപ്റ്റർ പറയുന്നത് പ്രൊഹിബിഷൻ, കൺട്രോൾ ആൻഡ് റെഗുലേഷൻ, ഫോർത്ത് ചാപ്റ്റർ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്, ഫിഫ്ത്ത് ചാപ്റ്റർ വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ്, ഫിഫ്ത്ത് എ ചാപ്റ്റർ ഫോർഫീച്ചർ ഓഫ് ഇല്ലീഗാലിറ്റി അക്വയർഡ് പ്രോപ്പർട്ടി, സിക്സ്ത് ചാപ്റ്റർ മിസലേനിയസ്. ആൻഡ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് റൂൾസ് 1985, chapter 1 preliminary, chapter 2 powers of officers, chapter 3 opium poppy cultivation and production of opium and poppy straw, third a possession, transport, import, interstate, export, interstate, etc. Chapter 4 manufacture, sale and export of opium, chapter 5 manufactured drugs, chapter 5a possession, transport, import, interstate, export, interstate, sale, purchase, consumption and use of essential narcotic drugs, chapter 5b special provision relating to recognized medical institution, chapter 6 import, export and transshipment of narcotic drugs and psychotropic substances, chapter 7 psychotropic substances, chapter 7a special provision regarding manufacture, possession, transport, import, purchase, scientific and training purposes, chapter 7a reports, returns and estimate under international conventions, chapter 8 miscellaneous. ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ഒരു കോടതി ശിക്ഷ വിധിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷയാണ് ഓരോ കേസിലും സാധാരണയായി നൽകാറുള്ളത്. 10 മുതൽ 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷകളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതികൾക്കെതിരായി ശിക്ഷ വിധിക്കുകയാണെങ്കിൽ സാധാരണയായി നൽകാറുള്ളത് ഹെയ്നസ് ഒഫൻസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതുപോലെ ഇത്തരം കേസുകളിൽ ജാമ്യം ലഭിക്കുകയാണ് വളരെ പ്രയാസകരമാണ്. സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൽ കഞ്ചാവ്, MDMA മുതലായ വസ്തുക്കളാണ് സാധാരണ ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടാറുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആക്റ്റാണ്. സമൂഹത്തിൽ ഇത്തരം പ്രവൃത്തികൾ തടയുക എന്ന ലക്ഷ്യമാണ് ഈ ആക്ട് പ്രകാരം ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്.